Good morning, all. Today's topic is therapeutic drug monitoring. Therapeutic drug monitoring (TDM). Okay. So last class we discussed about drug therapy review or drug therapy monitoring. Actually, drug therapy monitoring is the process of evaluating a medication. That is, evaluating drug therapy through a medication chart. അതാണ് നമ്മൾ ഡ്രഗ് തെറാപ്പി മോണിറ്ററിംഗ് എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ ഡ്രഗ് തെറാപ്പി. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ്. Therapeutic drug monitoring is different from what we studied in the last class. Okay, actually therapeutic drug monitoring is the process of measurement of drug in the body. Okay, the process of measurement of drug concentration in our body during drug therapy. It's a measurement, that is a process of evaluating drug medication chart. Drug therapy monitoring is the process of evaluating medication chart. Therapeutic drug monitoring is the measurement, a quantitative measurement of plasma concentration of drug. Okay, so that is the difference. So actually TDM normally done in order to ensure the efficacy and safety of the drug therapy. So TDM is normally conducted in order to ensure the efficacy and safety of the drug therapy. നമ്മളൊരു ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡ്രഗ് ഫാർമക്കോളജിക്കലി ഇഫക്റ്റീവ് ആണോ എന്ന് നോക്കണം. അതിനാണ് എഫിക്കേഷ്യസ് എന്ന് പറയുന്നത്, അല്ലേ? എഫിക്കസി നമ്മൾ ടെസ്റ്റ് ഫാർമക്കോളജിയിൽ ഇഫക്റ്റീവ് ആണ്. പിന്നെ അത് സേഫ് ആണോ നോക്കണം, സേഫ്റ്റി നോക്കണം, എഫിക്കസി നോക്കണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ചെക്ക് ദ കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ്. കോൺസെൻട്രേഷൻ ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്കിത് അറിയാൻ പറ്റൂ. ഓക്കെ, ഈ രണ്ട് ഫാക്ടേഴ്സും എഫിക്കസിയും സേഫ്റ്റിയും ചെക്ക് ചെയ്താൽ മാത്രമേ ഡ്രഗിൻ്റെ ഔട്ട്കം, തെറാപ്പിയുടെ ഔട്ട്കം, ഡ്രഗ് തെറാപ്പിയുടെ ഔട്ട്കം നമുക്ക് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് നോർമലി നമ്മൾ ഈ ഇങ്ങനെയുള്ള ഏത് ടൈപ്പ് ഡ്രഗ്സിനാണ് ഇതിൻ്റെ യൂസ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്നത്. എല്ലാ ഡ്രഗ്സിനും നമുക്ക് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിങ് വേണമെന്നില്ല, എല്ലാ ഡ്രഗ്സിനും വേണ്ട. ഫോർ എക്സാമ്പിൾ ദ റെസ്പോൺസ് ടു എൻ ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്, ദാറ്റ് ക്യാൻ ബി നമുക്ക് ക്ലിനിക്കലി അസസ് ചെയ്യാം. നമ്മളൊരു സ്പിഗ്മോ മാനോമീറ്റർ വെച്ചിട്ട് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും, അല്ലേ? പിന്നെ ചില ഡ്രഗ്സിന് വൈഡ് തെറാപ്യൂട്ടിക് വിൻഡോ ആയിരിക്കും, വളരെ സേഫ് ആയിരിക്കും ഡ്രഗ്സ്. അതായത് മിനിമം എഫക്റ്റീവ് കോൺസെൻട്രേഷൻ, മാക്സിമം സേഫ് ലെവലും മിനിമം എഫക്റ്റീവ് കോൺസെൻട്രേഷനും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു വൈഡ് തെറാപ്യൂട്ടിക് വിൻഡോ ഉള്ള ഡ്രഗ്സ് ആണെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ല, അത് സേഫ്റ്റി പ്രോബ്ലംസ് വരില്ല. അങ്ങനെയുള്ള ഡ്രഗ്സിനും നമുക്ക് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിങ് വേണ്ടി വരില്ല. പക്ഷേ ചില ഡ്രഗ്സ്, സം ഡ്രഗ്സ് ഹാവിങ് നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഓർ തെറാപ്യൂട്ടിക് വിൻഡോ നാരോ ആയിരിക്കും. നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഓർ തെറാപ്യൂട്ടിക് വിൻഡോ, അതായത് മിനിമം എഫക്റ്റീവ് കോൺസെൻട്രേഷനും മാക്സിമം സേഫ് ലെവലും വളരെ അടുത്തായിരിക്കും. ഓൾമോസ്റ്റ് അത് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ലെവലിലായിരിക്കും നിൽക്കുന്നത്. അങ്ങനെയുള്ള ഡ്രഗ്സിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ടോക്സിക് ലെവലിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഡ്രഗ്സാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഡിജോക്സിൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കാർഡിയോവാസ്കുലാർ ഡ്രഗാണ്. ദാറ്റ് ഈസ് പോസിറ്റീവ് ഇനോട്രോപ്പിക് എഫക്റ്റ് തരുന്ന ഒരു ഡ്രഗാണ്. നമ്മുടെ ഹാർട്ടിൻ്റെ കോൺട്രാക്ടിലിറ്റി കൂട്ടാൻ വേണ്ടി, ഹാർട്ട് മസിൽസിൻ്റെ കോൺട്രാക്ടിലിറ്റി കൂട്ടാൻ വേണ്ടി ഹാർട്ട് ഫെയിലിയറിൽ കൊടുക്കുന്ന ഒരു ഡ്രഗാണ് ഡിജോക്സിൻ. അതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിൻ്റെ ഡോസിലൊരു ചെറിയൊരു ഡിഫറൻസ് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അപ്പോൾ ഇറ്റ് മേ റീച്ച് ഇൻ ടു ഇറ്റ്സ് ടോക്സിക് ലെവൽ. അപ്പോൾ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് വളരെ നാരോ ആണ്. ഓക്കെ, പിന്നെ ചില ഡ്രഗ്സിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ് കോംപ്ലിക്കേഷൻസ്, ഫാർമക്കോകൈനറ്റിക്സിൽ വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ചില ഡ്രഗ്സ് നോൺ ലീനിയർ കൈനറ്റിക്സ് ആയിരിക്കും, അതായത് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ദെൻ ഇറ്റ് ഗോസ് ഇൻ ടു സീറോ ഓർഡർ ലെവൽ. ഓക്കെ, അങ്ങനെയുള്ള കൈനറ്റിക്സിൽ ഒരു ഡ്രാസ്റ്റിക് വേരിയേഷൻസ് കാണിക്കും. അങ്ങനെയുള്ള ഡ്രഗ്സിനൊക്കെയാണ് നമ്മൾ. പിന്നെ ടോക്സിക് ലെവൽ വളരെ കൂടിയ ഡ്രഗ്സ്, ലിഥിയം, അങ്ങനെയുള്ള ഡ്രഗ്സൊക്കെ, ഇത്രയും ഡ്രഗ്സിനാണ് നമ്മൾ നോർമലി എന്ത് വേണ്ടത്, ദിസ് TDM ഈസ് എസെൻഷ്യൽ. ഓക്കെ, നമ്മളെപ്പോഴും തെറാപ്യൂട്ടിക് ഡ്രഗ് അതായത് പ്ലാസ്മ ലെവൽ എപ്പോഴും ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വാട്ട് ഈസ് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിങ്, വാട്ട് ആർ ദ മേജർ
സിഗ്നിഫിക്കൻസ്, എന്താണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻസ്, എന്തിനാണ് ഇത് യൂസ് എന്ന് പറയും, എന്താണ് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിങ്ങിൻ്റെ യൂസ്, ദ ഫാക്ടേഴ്സ് ദാറ്റ് മേ അഫക്ട്സ് ദ തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിങ്, പിന്നെ എങ്ങനെയാണിത് ചെയ്യുന്നത് നമ്മൾ, എന്താണ് ഈ പ്രോസസ്സ്, എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, ഓക്കെ, ഡ്രഗിൻ്റെ ലെവൽ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, മെത്തേഡ് ഓഫ് അനലൈസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so first, what is tedium? Tedium refers to the measurement of drug concentration in the biological fluids with the purpose of optimizing patient's drug therapy. Okay, so it is the process of measurement of drug concentration, അതായത് it is a quantitative measurement ആണ്. നമ്മുടെ ബ്ലഡിൽ പ്ലാസ്മയിൽ എത്ര ഡ്രഗ് ലെവലുണ്ട്, സ്റ്റഡി സ്റ്റേറ്റിൽ എത്തിയതിന് ശേഷം ബ്ലഡ് പ്ലാസ്മയിൽ ദ ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ, ഓക്കെ, അതായത് പീക്ക് പ്ലാസ്മ കോൺസെൻട്രേഷൻ എത്രയാണ്, അതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് നോർമലി. സോ ദ മെഷർമെൻറ്റ് ഓഫ് ഡ്രഗ് കോൺസെൻട്രേഷൻ ഇൻ ദ ബയോളജിക്കൽ ഫ്ലൂയിഡ്, ദാറ്റ് ഈസ് പ്ലാസ്മയാണ് നോർമലി, അല്ലേ, ബ്ലഡ് പ്ലാസ്മയാണ്, വിത്ത് ദ പർപ്പസ് ഓഫ് ഒപ്റ്റിമൈസിങ് പേഷ്യൻസ് ഡ്രഗ് തെറാപ്പി. പേഷ്യൻസ് ഡ്രഗ് തെറാപ്പി നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിസൈസ് ചെയ്യുക, ഓക്കെ, അക്യുറേറ്റ് ആയിട്ട് ഡ്രഗ് തെറാപ്പി കൊടുക്കുക, അതാണ് നമ്മൾ ഒപ്റ്റിമൈസിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ഓൾസോ എ പ്രോസസ് ഓഫ് ഇൻഡിവിജ്വലൈസിങ് ദ ഡോസേജ് ബൈ മെയിൻറ്റെയിനിങ് എ പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ വിതിൻ എ ടാർഗറ്റ് റേഞ്ച്. ഓക്കെ, ഇൻഡിവിജ്വലൈസിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രഗ് തെറാപ്പിയാണ് നമ്മൾ, ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ജെറിയാട്രിക്, പീഡിയാട്രിക്, പ്രഗ്നൻസി, അങ്ങനെയുള്ള പ്രോബ്ലം, ലാക്ടേറ്റിംഗ് മദർ, അങ്ങനെയുള്ള പ്രോബ്ലംസ് വരും. അവർക്കെല്ലാം ഡിഫറെൻറ്റ് ലെവലിലാണ് നമ്മൾ ഡ്രഗ് ഡോസേജ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്തിനാ, ടു മെയിൻറ്റെയിൻ എ ബ്ലഡ് ഡ്രഗ് കോൺസെൻട്രേഷൻ വിത്തിൻ എ തെറാപ്യൂട്ടിക് റേഞ്ച്. ഓക്കെ, then it manages the drug therapy in individual patient, often require evaluation of response of the patient to the recommended doses. It is also helps to evaluate the response of the patient to the recommended dose. ഏതെങ്കിലും രീതിയിലുള്ള ADR ഉണ്ടായിട്ടുണ്ടോ, സൈഡ് എഫക്ട്സ് ഉണ്ടായിട്ടുണ്ടോ, ഡ്രഗ് ഇൻട്രാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ത്രൂ ദിസ് TDM. ഓക്കെ, so let's see what are the concept of therapeutic drug monitoring. Okay, TDM. Actually, TDM is based on the principle that for some drugs there is a close relationship between the plasma level of the drug and its clinical effect. Okay, most of the drugs having the a relationship between a plasma level of the drug concentration and its clinical effects. As the concentration increases, the effect of drug will also may be increased. Okay, it may also leads to some toxic level also, overdose ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. Okay, so the main aim of the TDM is to find out an effective medication against disease without any dangerous toxic action. അതാണ് നമ്മുടെ മെയിൻ കാര്യം. That is what we called optimization of drug therapy. That is effective medication against the disease without any dangerous toxic action. ഒരു രീതിയിലുള്ള ടോക്സിക് ആക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മൾ അക്യുറേറ്റ് ആയിട്ട് എത്ര ആണ് നമ്മുടെ പ്ലാസ്മ ലെവൽ കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് വേണ്ടത് ടു പ്രൊഡ്യൂസ് എ ഒപ്റ്റിമം ലെവൽ ഓഫ് ഫാർമക്കോളജിക്കൽ എഫക്റ്റ്, അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ TDM മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ടു മിനിമൈസ് ദി അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു എപ്പോഴൊക്കെയാണ് നമ്മൾ TDMൻ്റെ ഇൻഡിക്കേഷൻ വരുന്നത് എന്നുള്ള കാര്യം. ഫസ്റ്റ് വൺ ഈസ് നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ്, അത് ഞാൻ പറഞ്ഞു. ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മിനിമം എഫക്റ്റീവ് കോൺസെൻട്രേഷൻ ആൻഡ് മാക്സിമം സേഫ് ലെവൽ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അത്, മിനിമം എഫക്റ്റീവ് കോൺസെൻട്രേഷൻ ആൻഡ് മാക്സിമം സേഫ് ലെവൽ, ആ ഡിഫറൻസ് തെറാപ്യൂട്ടിക് വിൻഡോ എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ അത് വളരെ ഓവർലാപ്പ് ചെയ്ത് വരുന്നത്, അതായത് വളരെ എന്താ ഇതായിട്ട് വരുന്നത്, രണ്ടും കൂടിയിട്ട് ഒരുപോലെ നിൽക്കുന്ന ലെവലിൽ വന്നു കഴിഞ്ഞാൽ ആ ഡ്രഗിൻ്റെ ടോക്സിറ്റി പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. നമുക്കത് പെട്ടെന്ന് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഡ്രഗ്സിനാണ് നമ്മൾ എപ്പോഴും നമ്മൾ ബ്ലഡ് പ്ലാസ്മ ലെവൽ ഒരു റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യേണ്ടി വരും. അതിന് നമ്മൾ തെറാപ്യൂട്ടിക് TDM യൂസ് ചെയ്യാം.
and also a direct relation exists between the drug or metabolite levels in plasma and the pharmacological and toxic effects. Okay, that is, the drugs having direct relationship exist between drug and metabolite level. ഓക്കെ, ഈ കേസിൽ നമുക്ക് എന്ത് വേണം? ടി ഡി എം വേണ്ടി വരും. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു കുറേ കേസുകൾ ഈ നോൺ ലീനിയർ കൈനറ്റിക്സ് ഒക്കെ വരുമ്പോൾ പ്രോബ്ലം വരും. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ഫെനിറ്റോയിൻ. ഫെനിറ്റോയിനിലൊരു പ്രോബ്ലമാണ് നോൺ ലീനിയർ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ ടു അച്ചീവ് ഒപ്റ്റിമൽ ഡ്രഗ് തെറാപ്പി, ഓൾറെഡി പറഞ്ഞു ഒപ്റ്റിമൽ ഡ്രഗ് തെറാപ്പിക്ക് നമുക്ക് ടി ഡി എം വേണം. ടു അച്ചീവ് ഡിസൈഡ് ഫാർമക്കോളജിക്കൽ എഫക്റ്റ്, ടി ഡി എം ഈസ് വെരി എഫക്റ്റീവ്, വെരി essential for to achieve desired pharmacological effect, to benefit the patients medically and economically by reducing hospital stay and drug related toxicity. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോക്സിറ്റിയും പിന്നെ ഹോസ്പിറ്റൽ സ്റ്റേയും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഡ്രഗ് കൊടുത്ത് ഒരു എഫക്റ്റും ഇല്ല, കുറേ കാലം കഴിച്ചു, കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് 2 weeks 3 weeks കഴിച്ചിട്ട് എഫക്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ടി ഡി എം ചെയ്യുകയാണെങ്കിൽ, ആ ഡ്രഗ് കൊടുത്ത ഉടനെ ടി ഡി എം ചെയ്യുകയാണെങ്കിൽ വെദർ ദ ഡ്രഗ് ഈസ് എഫിക്കേഷ്യസ് ഓർ ഫാർമക്കോളജിക്കലി എഫിക്കേഷ്യസ് ഓർ നോട്ട് എന്നുള്ള കാര്യം നമുക്ക് ടി ഡി എം ചെയ്ത ഉടനെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും ഡ്രഗ് പെട്ടെന്ന് തന്നെ. ദാറ്റ് വിൽ ഹെൽപ്സ് the patient medically and economically by reducing the hospital stay and drug related toxicity. Okay, then monitor individual complications. Okay, that is based on the patient characteristics, disease and drug interaction. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും ത്രൂ ടി ഡി എം. സോ ടി ഡി എം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്ലിനിക്കലി. എവിടെയാണ് ടി ഡി എം നമുക്ക് ആവശ്യമില്ലാത്തത്? വെൻ ഈസ് ടി ഡി എം ഈസ് അൺനെസസറി. ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഹൈപ്പർടെൻസ് നമുക്ക് ക്ലിനിക്കലി നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫാർമക്കോളജിക്കൽ എഫക്റ്റ് ക്ലിനിക്കലി ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കേസുകളുണ്ട്. അതിന് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. ഹൈപ്പർടെൻസീവ് പേഷ്യൻസിന് ഡ്രഗ് കൊടുത്ത് ബി പി കുറഞ്ഞു എന്നറിയാൻ വേണ്ടി സ്പിഗ്മോ മാനോമീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്താൽ മതി അല്ലേ. പിന്നെ വേറെ ഏതാ? ഡയബറ്റിക് നമുക്ക് നോക്കാൻ പറ്റും. അങ്ങനെയുള്ള ഡിസീസൊക്കെ നമുക്ക് ക്ലിനിക്കലി ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ പനി വന്നു, പനി കുറഞ്ഞു എന്നുള്ള കാര്യം ക്ലിനിക്കലി ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ പെയിൻ കുറഞ്ഞു, പെയിൻ കില്ലർ കൊടുത്തു, പെയിൻ കുറഞ്ഞു, അതൊക്കെ നമുക്ക് ക്ലിനിക്കലി ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന കേസുകളാണ്. അങ്ങനെയുള്ള കേസുകളിലൊന്നും നമുക്ക് എന്ത് വേണ്ട? തെറാപ്യൂട്ടിക് ടി ഡി എം ഈസ് നോട്ട് എസെൻഷ്യൽ. ദാറ്റ് ഈസ് ഫാർമക്കോളജിക്കൽ എഫക്ട്സ് ക്യാൻ ബി ക്ലിനിക്കലി ക്വാണ്ടിഫൈഡ്. ക്ലിനിക്കലി ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൊന്നും നമുക്ക് ടി ഡി എം ആവശ്യമില്ല. ദെൻ വെൻ കോൺസെൻട്രേഷൻ എഫക്റ്റ് റിലേഷൻഷിപ്പ് റിമെയിൻസ് അൺഎസ്റ്റാബ്ലിഷ്ഡ്. ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷൻ വന്നാലും നമുക്ക് ടി ഡി എം ആവശ്യമില്ല. ഡ്രഗ് വിത്ത് വൈഡ് തെറാപ്യൂട്ടിക് റേഞ്ച്, അത് ഓൾറെഡി ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. തെറാപ്യൂട്ടിക് വിൻഡോ കൂടുതൽ നാരോ അല്ലാതെ വൈഡായിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രോബ്ലം ഇല്ല. അപ്പോൾ ടോക്സിറ്റി ലെവൽ വളരെയധികം കൂടുതലായിരിക്കും അല്ലേ. എത്ര കോൺസെൻട്രേഷൻ കൂടിയാൽ, നല്ല ലെവലിൽ കൂടിയാൽ മാത്രമേ ടോക്സിറ്റി ലെവൽ വരുള്ളൂ. അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നത് വളരെ റെയർ ആയിരിക്കും അല്ലേ, വൈഡ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉണ്ടെങ്കിൽ. ദെൻ ഡോസേജ് നീഡ് നോട്ട് ബി ഇൻഡിവിജ്വലൈസ്ഡ്. ഒരു സ്പെഷ്യൽ കാറ്റഗറിക്ക് എല്ലാ ഡ്രഗ് കൊടുക്കുന്നെങ്കിൽ നമുക്ക് ടി ഡി എം ക്യാൻ ബി അവോയ്ഡഡ്. ഓക്കെ, ഡ്രഗ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഡു ഓൾ ഡ്രഗ്സ് നീഡ് ടി ഡി എം? എല്ലാ ഡ്രഗ്സിനും ടി ഡി എം വേണോ? ക്ലിനിക്കൽ എൻഡ് പോയിന്റ് ഈസിലി മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഡ്രഗ്സിനൊന്നും ടി ഡി എം വേണ്ട. അതാണ് ബി പി, ഹാർട്ട് റേറ്റ്, കാർഡിയക് റിതം, ബ്ലഡ് ഷുഗർ, ബ്ലഡ് കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, യൂറിൻ വോളിയം, ബോഡി ടെമ്പറേച്ചർ, ഇൻഫ്ലമേഷൻ, പെയിൻ, ഹെഡ് ഏക്ക്. ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ക്ലിനിക്കൽ എൻഡ് പോയിന്റ് നമുക്ക് ഈസിലി മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള പ്രോബ്ലംസിലൊന്നും നമുക്ക് ടി ഡി എം വേണ്ട. ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞു. പിന്നെ ഡ്രഗ്സ് വിത്ത് ലെസ് കോംപ്ലിക്കേറ്റഡ് ഇൻ ഫാർമക്കോകൈനറ്റിക്സ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫെനിറ്റോയിൻ്റെ കാര്യത്തിലൊക്കെ ദർ ഇസ് എ ഹൈ കോംപ്ലിക്കേഷൻ ഇൻ ഫാർമക്കോകൈനറ്റിക്സ്. സോ നോൺ ലീനിയർ കൈനറ്റിക്സ് ആണ്. എപ്പോഴാണ് ഡോസ് കൂടുക, എപ്പോഴാണ് ഡോസ് പീക്ക് ലെവലിൽ എത്തുകയെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും അത് മോണിറ്റർ ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷേ ചില ഡ്രഗ്സിനൊന്നും അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വേണ്ടി വരില്ല. ഓക്കെ, പിന്നെ ഡ്രഗ്സ് ദാറ്റ് യൂസ് ടു ട്രീറ്റ് ലെസ് കോംപ്ലിക്കേറ്റഡ് ഓർ നോട്ട് ലൈഫ് ത്രെട്ടണിങ് ഡിസീസസ്. ലൈഫ് ത്രെട്ടണിങ് ഡിസീസസിന് അല്ലാത്ത ഡ്രഗ്സ്, വളരെ സിമ്പിളായിട്ടുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഡിസീസിനുള്ള ഡ്രഗ്സിനാണെങ്കിൽ നമുക്ക് ടി ഡി എം ആവശ്യമില്ല. ഓക്കെ,
ഇതൊക്കെയാണ് ടി ഡി എം ആവശ്യമുള്ള ഡ്രഗ്സ് ആണ് ഇനി പറഞ്ഞിരിക്കുന്നത്. കോമൺലി ദ ഡ്രഗ്സ് ദാറ്റ് നീഡഡ് ടി ഡി എം, അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ്. അതിനകത്ത് ബ്രോങ്കോ ഡയലേറ്ററിൽ തിയോഫിലിന് ആവശ്യമുണ്ട്. തിയോഫിലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്നുള്ള പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് തിയോഫിൽ. പിന്നെ ആൻറ്റിബയോട്ടിക്സ്, അമിനോഗ്ലൈക്കോസൈഡ്സ്, വാൻകോമൈസിൻ, അതായത് ടോക്സിക് ലെവൽ വളരെ കൂടുതലാണ്. ADR ഇത് നെഫ്രോടോക്സിക് ആണ്, ഓട്ടോടോക്സിക് ആണ്, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കും. പിന്നെ സൈക്ലോസ്പോർ, ഇമ്മ്യൂണോ സപ്രസൻ, സൈക്ലോസ്പോറിൻ, ടാക്രോലിമസ്, സിറോലിമസ്, ഹാവിങ് കോംപ്ലിക്കേറ്റഡ് ദിസ് ഫാർമക്കോകൈനറ്റിക്സ്, ആൻറ്റി എപ്പിലെപ്റ്റിക്സ്, ഫെനിറ്റോയിൻ, വാൽപ്രോയിക് ആസിഡ്, കാർബോമസെപ്പിൻ. ഇതൊക്കെ നമുക്ക് ക്ലിനിക്കലി നമുക്ക് ഇതിൻ്റെ എൻ പോയിന്റ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫെനിറ്റോയിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഈസ് ഹാവിങ് നോൺ ലീനിയർ കൈനറ്റിക്സ് ഉള്ള. ഡിജോക്സിൻ, ദറ്റ് ഈസ് ഹാവിങ് എ നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ്. ക്യുനിഡിൻ, പ്രൊക്കൈനമൈഡ്, ഓക്കെ, N-അസറ്റൈൽ പ്രൊക്കൈനമൈഡ്. ക്യുനിഡിനും പ്രൊക്കൈനമൈഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലാണ് നമ്മൾ നോർമലി അരിത്മിയ എന്ന് പറഞ്ഞ കണ്ടീഷനിലാണ് യൂസ് ചെയ്യുന്നത്. ആൻറ്റി അരിത്മിക് ഡ്രഗ്സ്. ഈ വേറൊരു പ്രോബ്ലം ഉണ്ട്, അരിത്മിയ. ഡിജോക്സിനും ക്യുനിഡിനും കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു പ്രോബ്ലം ഉണ്ടാക്കും. ഡിജോക്സിൻ ടോക്സിറ്റി വളരെയധികം കൂടും. കാര്യം ഇതിന് രണ്ടിൻ്റെയും മെറ്റബോളൈസിങ് എൻസൈം സെയിം ആണ്. ഓക്കെ, ക്യുനിഡിൻ വിൽ ഇൻഹിബിറ്റ് ദ മെറ്റബോളൈസിങ് എൻസൈം ദാറ്റ് ഈസ് യൂസ് ടു മെറ്റബോളൈസ് ദി ഡിജോക്സിൻ. അപ്പോൾ എന്തുണ്ടാവും, ആ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിജോക്സിൻ ലെവൽ മേ ഇൻക്രീസ് ഡ്രാസ്റ്റിക്കലി. പിന്നെ മെത്തോട്രെക്സേറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് സച്ച് ആസ് ലിത്തിയം, വാൽപ്രോയിക് ആസിഡ്, ഈ ഡ്രഗ്സിനൊക്കെ നമ്മൾ TDM ആവശ്യമുണ്ട്. പിന്നെ പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ്. നോർമലി പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് RNA വൈറസിൻ്റെ പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ്, ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് HIV ഇൻഫെക്ഷൻ, ദാറ്റ് ഈസ് ഇൻറ്റിനാവിർ, റൊട്ടിനാവിർ, ലോപ്പിനാവിർ, സക്യുനാവിർ, അങ്ങനെയുള്ള ഡ്രഗ്സൊക്കെ പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഓക്കെ, ഈ ഡ്രഗ്സിനൊക്കെ, ഇത്രയും ഡ്രഗ്സിനാണ് നോർമലി നമുക്ക് എന്ത് വേണ്ടത്, TDM വേണ്ടി വരുന്നത്. ഓക്കെ, അതിൻ്റെ ഓരോ എക്സ്പ്ലനേഷനാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. തിയോഫിലിൻ എന്തുകൊണ്ടാണ് TDM വേണ്ടത്, എന്തുകൊണ്ടാണ് TDMൻ്റെ യൂസ് എവിടെയാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. ഇത്രയും ഡ്രഗ്സ് ഉണ്ട് ഇതിനകത്ത്. പറഞ്ഞിരിക്കുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയോഫിലിൻ, ഡിജിറ്റോക്സിൻ, ലിത്തിയം, ഫെനിറ്റോയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ഹൗ TDM ഈസ് മെഷർഡ്. തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിങ് എങ്ങനെയാണ് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. വാട്ട് ആർ ദ ടെക്നിക്സ് യൂസ് ടു മെഷർ ദി തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിങ്, ഹൗ ടു അനലൈസ് ദിസ് TDM. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത് TDM, എങ്ങനെയാണ് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിങ് എങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡാണ്. അനലിറ്റിക്കൽ അനാലിസിസിൽ നിങ്ങൾ പഠിച്ച എല്ലാ മെത്തേഡ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡ്സിൽ നമ്മൾ മെയിൻ ബയോളജിക്കൽ ഫ്ലൂയിഡ്സ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമലി HPLC യൂസ് ചെയ്യാം. ദെൻ ഫ്ലൂറോ ഇമ്മ്യൂണോസേ, റേഡിയോ ഇമ്മ്യൂണോസേ, എൻസൈം ഇമ്മ്യൂണോസേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോർമലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് പുറമേ നമ്മൾ ഡ്രൈ കെമിസ്ട്രി ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റും. തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി ക്യാൻ ബി യൂസ്ഡ്. ഇതൊക്കെയാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രഗ്സിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഈസ് ടു ഐസൊലേറ്റ് ദ ബോഡി ഫ്ലൂയിഡ് where the drug concentration to be measured. അതോ either it is body fluid like blood ആവാം, അല്ലെങ്കിൽ ടിഷ്യൂ ആവാം, ഓർഗൻസ് ആവാം. It should be isolated. That is the first process. Okay, നോർമലി ബ്ലഡ് ആണ് എടുക്കുന്നത്. സ്റ്റഡി സ്റ്റേറ്റിൽ എത്തുമ്പോൾ ബ്ലഡ് കോൺസെൻട്രേഷനാണ് ഏറ്റവും ഈസിലി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ വിൽ ഗോ ഫോർ അനലിറ്റിക്കൽ മെത്തഡോളജി സച്ച് ആസ് HPLC അല്ലെങ്കിൽ ഇമ്മ്യൂണോ അസേസ്, റേഡിയോ ഇമ്മ്യൂണോസേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നോർമലി HPLC ഞാൻ പറഞ്ഞു, GLC ദാറ്റ് ഈസ് ഗ്യാസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫി, പിന്നെ സ്പെക്ട്രോമെട്രിക് അനാലിസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോർമലി ചെയ്യാറുണ്ട്. ഓക്കെ, ഫോർ detecting the or measurement of plasma concentration of the drug. Okay, ഇതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി, HPLC, GLC, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അനാലിസിസിൽ പഠിക്കുന്ന ടെക്നിക്സ് ആണ് HPLC, GLC, അങ്ങനെയുള്ള. റേഡിയോ ഇമ്മ്യൂണോസേ എന്ന് പറഞ്ഞാൽ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻസ് ആണ് നമ്മൾ നോർമലി ഉണ്ടാവുന്നത്. ഓക്കെ,
നോർമലി ഒരു റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള ഒരു ആൻറ്റിജൻ നമ്മൾ ആൻറ്റിബോഡി വെച്ച് ഡിറ്റക്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഇതിനകത്ത്. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസയും ഏകദേശം എലിസ എന്ന് പറഞ്ഞ ടെക്നിക്സും അതും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്തെല്ലാം നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴാണ് സാമ്പിൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ ബ്ലഡ് വിഡ്രോ ചെയ്യേണ്ടത്, ബ്ലഡ് അല്ലെങ്കിൽ ഡ്രഗിൻ്റെ കോൺസെൻട്രേഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ ബോഡി ഫ്ലൂയിഡ് എപ്പോഴാണ് ബോഡിയിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് സാമ്പിളിംഗ് ടൈം. ഓക്കെ, ദ ടൈം റിക്വയർഡ് ടു വിഡ്രോ ദ സാമ്പിൾ ഫ്രം ദി ബോഡി ഫ്ലൂയിഡ്. ഓക്കെ, ആ ടൈമിനെയാണ് നമ്മൾ സാമ്പിളിംഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അത് എല്ലാ ഓരോ ഡ്രഗ്സിനും ഓരോ ലെവലിലായിരിക്കും. ഓക്കെ, ഫെനിറ്റോയിൻ്റെ കേസിലാണെങ്കിൽ ഹാസ് ലോങ് ഹാഫ് ലൈഫ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്തെടുക്കാം, അറ്റ് എനി ടൈം വിത്തിൻ 24 hours എപ്പോഴും. ലിഥിയം ആണെങ്കിൽ 12 hours ആണ് യൂസ് ചെയ്യുന്നത്. ഡിജോക്സിൻ ആണെങ്കിൽ 6 hours നമുക്ക് എടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഫെനിറ്റോയിൻ once in 24 hours, ദാറ്റ് ഈസ് ലിഥിയം ആണെങ്കിൽ 12 hours, ഡിജിറ്റോക്സിൻ ആണെങ്കിൽ 6 hours നമ്മൾ സാമ്പിൾ വിഡ്രോ ചെയ്യണം. ഓക്കെ, സ്പെസിമെൻ കളക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്റ്റഡി സ്റ്റേറ്റിലാണ് സ്പെസിമെൻ നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് സാമ്പിളിംഗ് ടൈം ആൻഡ് ടാർഗറ്റ് റേഞ്ചസ് ഫോർ ടി ഡി എം അസേസ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സാമ്പിളിംഗ് ടൈംസ് ആൻഡ് ടാർഗറ്റ് റേഞ്ചസ് ഫോർ ടി ഡി എം അസേസ്. അതിനകത്ത് നിങ്ങളത് നോക്കി പഠിക്കുക കേട്ടോ, എക്സാമിനേഷൻ നിങ്ങൾക്ക് എഴുതാം. ദെൻ നെക്സ്റ്റ് ഈസ് ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് ഡ്യൂറിങ് ടി ഡി എം. ഏതൊക്കെയാണ് ടി ഡി എം ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്? ഓക്കെ, അതിനകത്ത് ഫാക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് പേഷ്യൻ്റ് ഡെമോഗ്രാഫിക്സ്. ഓക്കെ, പേഷ്യൻ്റ് ഡെമോഗ്രാഫിക്, ദാറ്റ് ഈസ് സെക്സ്, ഏജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പേഷ്യൻ്റ് ഡെമോഗ്രാഫിക്സ്. ദെൻ നെക്സ്റ്റ് ഈസ് ഡോസേജ് റെജിമൻ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് തെറാപ്പി. ഏതൊക്കെ ഫ്രീക്വൻസി ഓഫ് ഡോസിങ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് തെറാപ്പി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫാക്ടർ ഈസ് സാമ്പിളിംഗ് ടൈം. സാമ്പിളിംഗ് ടൈം ഞാൻ ഓൾറെഡി പറഞ്ഞു. ദെൻ പേഷ്യൻ്റ് കംപ്ലയൻസ്. ഓക്കെ, ദെൻ ഡ്രഗ് ഇൻറ്ററാക്ഷൻ, pathological factors and laboratory errors. These are the major factors to be considered during TDM. So first one is patient demographics. Patient demographics include age, sex, body weight, പിന്നെ ഏത് റേഷ്യലാണ്, എത്തിനിസിറ്റി എന്ന് പറയും, ഏത് റേഷ്യൽ ആണ് ആൾ, ബ്ലാക്ക് ആണോ, റെഡ് ഇന്ത്യൻസ് ആണോ, വൈറ്റ് ആണോ, അങ്ങനെയുള്ള ദീസ് ഓൾ ഫാക്ടേഴ്സ് കൺസിഡർഡ് വെൻ ഇൻ്റർപ്രിറ്റിംഗ് ദ TDM. ഓക്കെ, മെയിൻലി ഓരോരുത്തർക്കും അവരവരുടെ ക്ലിയറൻസിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആയിരിക്കും ക്രിയേറ്റിംഗ് ക്ലിയറൻസ്. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ TDM മെഷർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ഫാക്ടർ ഈസ് ഡോസേജ് റെജിമൻ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് തെറാപ്പി. അതായത് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി സ്റ്റഡി സ്റ്റേറ്റ്. ഓക്കെ, ഓരോ ഡ്രഗ്സിനും അതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് ദി ഡ്രഗ്. അതായത് ഡ്രഗ് പീക്ക് പ്ലാസ്മ കോൺസെൻട്രേഷനിൽ എത്തുന്ന ടൈം, ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡോസേജ് റെജിമൻ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് തെറാപ്പി. ഓക്കെ, അത് ബേസ്ഡ് ഓൺ ദി എത്ര ഹാഫ് ലൈഫ് അതിനകത്ത് വന്നു എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. സാമ്പിളിംഗ് ടൈം, ദാറ്റ് ഈസ് സിറം കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈം വെൻ ദ ബ്ലഡ് ഈസ് ഡ്രോൺ ഫോർ എ TDM assay. ഓക്കെ, ദാറ്റ് ഈസ് ദ സാമ്പിളിംഗ് ടൈം. ഞാൻ ഓൾറെഡി പറഞ്ഞു എത്രയാണോ കോൺസെൻട്രേഷൻ മാക്സിമം ആയിട്ടുള്ള സമയത്താണ് നമ്മൾ ബ്ലഡ് വിഡ്രോൺ ചെയ്യേണ്ടത് അതിനകത്തുനിന്ന്. ഓക്കെ, ദെൻ പേഷ്യൻ്റ് കംപ്ലയൻസ് ഡിപ്പെൻസ് ചെയ്യും. TDM നോക്കുമ്പോൾ വളരെ കുറവാണ് പ്ലാസ്മ ലെവൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദ പേഷ്യൻ്റ് ഹാവ് എ ലെസ് കംപ്ലയൻസ്, അതായത് ഡ്രഗ്സ് മര്യാദയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് TDMൻ്റെ ലെവല് മാറാം. ഓക്കെ, the next factor is drug interaction. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഡ്രഗ് ഇൻട്രാക്ഷൻ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു. നമ്മൾ ഡിജോക്സിൻ നമ്മൾ കാർഡിയോ ടോണിക്, അതായത് പോസിറ്റീവ് ഇനോട്രോപ്പിക് എഫക്റ്റ് ആണ് എന്ന് തരുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഹാർട്ട് ഫെയിലിയറിന് കൊടുക്കുന്ന ഒരു ഡ്രഗാണ്. ഇതിൻ്റെ കോൺസെൻട്രേഷൻ, പ്ലാസ്മ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഡ്രഗ്സ് സച്ച് ആസ് ക്വിനഡിൻ ആൻഡ് അമയോഡറോൺ.
ക്യുനിഡിൻ ആൻഡ് അമിയോഡറിൻ. ഈ ക്യുനിഡിനും അമിയോഡറിനും നമ്മൾ നോർമലി ആൻറ്റി അരിത്മിക് ഡ്രഗ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡ്രഗ് ഡിജോക്സിൻ്റെ കൂടെ കോ അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് ഇതിലേതെങ്കിലും ഒരു ഡ്രഗ് ഡിജോക്സിൻ്റെ കൂടെ കോ അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിജോക്സിൻ മെറ്റബോളിസം കുറയും. ദാറ്റ് ഈസ് it will affects the metabolizing enzyme. It will inhibit the metabolizing enzyme of digoxin and it may leads to increase in the concentration of digoxin. അപ്പോൾ ടി ഡി എം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡ്രഗ്സ് കൊടുത്തിട്ടാണ് ടി ഡി എം ചെയ്തതെങ്കിൽ there is a chances of increase in plasma concentration. Okay, increase in plasma concentration of the drug. Okay, then pathological factors, അതായത് നമ്മുടെ കോമോർബിഡിറ്റീസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ ഡിസീസ് കണ്ടീഷൻ ഇൻ ഇൻഡിവിജ്വൽ, ദ ഇൻഡിവിജ്വൽ ദാറ്റ് അണ്ടർഗോയിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ മോർ ദാൻ വൺ ഡിസീസ്, അതിനാണ് നമ്മൾ കോമോർബിഡിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് ഇറ്റ് മേ ഓൾസോ ഇൻഫ്ലുവൻസ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടി ഡി എം റിസൾട്ട്സ്. ഓക്കെ, in example conditions such as vomiting, diarrhea or inflammatory bowel diseases. It also ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പേഷ്യൻസിന് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ അഫക്ട്സ് ദ ഡ്രഗ് കോൺസെൻട്രേഷൻ. ഓക്കെ, ദെൻ ലബോറട്ടറി എറേഴ്സ്. ഓക്കെ, നമ്മൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ കഴിഞ്ഞാലും ദാറ്റ് വിൽ ഓൾസോ അഫക്ട്സ് ദ ടി ഡി എം റിസൾട്ട്. ദീസ് ആർ ദ major factors that to be considered during TDM. Okay, normally examine ചോദിക്കാറുണ്ട് what are the factors that affecting the TDM. Okay, then ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. TDM ഒരു വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, ഇത്രയാണ് പക്ഷേ എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞു വയ്ക്കുക. സോ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ വാട്ട് ഈസ് TDM, വാട്ട് ആർ ദ, എവിടെ എന്തിനാണ് ടി ഡി എം ചെയ്യുന്നത്, ഏതൊക്കെ ഡ്രഗിലാണ് ടി ഡി എം ചെയ്യുന്നത്, എന്താണ് വാട്ട് ആർ ദ മേജർ സിഗ്നിഫിക്കൻസ് ഓഫ് ടി ഡി എം ഓർ ഇൻഡിക്കേഷൻസ് ഓഫ് ഫാർമക്കോളജിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ടി ഡി എം, എങ്ങനെയാണ് വാട്ട് ആർ ദ മെത്തേഡ്സ് യൂസ് ടു ഡിറ്റക്ട് ദ പ്ലാസ്മ കോൺസെൻട്രേഷൻ, ഏതൊക്കെ മെത്തേഡ്സ്, HPLC അങ്ങനെയുള്ള മെത്തേഡ്സ്, റേഡിയോ ഇമ്മ്യൂണോസേ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ എപ്പോഴാണ് സാമ്പിളിംഗ് ടൈം, ഓരോ ഡ്രഗിൻ്റെയും സാമ്പിളിംഗ് ടൈം എപ്പോഴാണെന്നുള്ള കാര്യം, അങ്ങനെയാണ് സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫാക്ടേഴ്സ് that to be considered during therapeutic drug monitoring, അതായത് factors that are affecting the result of the therapeutic drug monitoring. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാം. സോ ടി ഡി എം ആക്ച്വലി leads to, that is appropriate use of therapeutic drug monitoring ultimately leads to effective patient care management. That is നമുക്കൊരു നല്ലൊരു ഡ്രഗ് തെറാപ്പി ഒരു പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും. എഫക്റ്റീവ് പേഷ്യൻ്റ് കെയർ മാനേജ്മെൻറ്റ്. ഇറ്റ് ഡിക്രീസസ് സൈഡ് എഫക്ട്സ്, റെഡ്യൂസസ് ടോക്സിറ്റി ആൻഡ് ഡ്രഗ് ഇൻറ്ററാക്ഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, സൈഡ് എഫക്ട്സ് കുറയ്ക്കും, ടോക്സിറ്റി കുറയ്ക്കും, ഡ്രഗ് ഇൻറ്ററാക്ഷൻ കുറയ്ക്കും ഓൾസോ. ആൻഡ് ടി ഡി എം ക്യാൻ ബി ഓൾസോ ആക്ട് ആസ് എ മെഷർ ഓഫ് പേഷ്യൻ്റ് കംപ്ലയൻസ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് തെറാപ്പി. Okay, measure of patient compliance. As the patient compliance increases, the plasma concentration will increase. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടി ഡി എമ്മിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എക്സാമിനേഷന് ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ തറവായിട്ട് നിങ്ങൾ പഠിക്കും. ഓക്കെ, താങ്ക് യു.